കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. പുതിയ ജോലിയും പുതിയ സാഹചര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതിനകത്തൊക്കെ സമയക്രമീകരണം ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ഡിലേ ആയത്. ഞാൻ ആ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വൈകുന്നേരമാണ് ഈ കാണിക്കുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് ഒരു പഠിത്തം റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇപ്പം പ്രിലിംസ് മെയ് 24 ഫസ്റ്റ് ഫേസ് വരുന്നുണ്ട്. സെക്കൻഡ് ഫേസ് ജൂൺ ലാസ്റ്റോടു കൂടിയാണ് വരുന്നത്. ഇതുവരെ പ്രോപ്പറായിട്ടുള്ള പഠനമൊന്നും സ്റ്റാർട്ടായിട്ടില്ല. പക്ഷേ തീരെ പഠിക്കാതിരിക്കുന്നുമില്ല. കുറച്ച് സമയത്തൊക്കെ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നോക്കി പോകുന്നുണ്ട്. ബാക്കി GK ടോപ്പിക്കൊന്നും തൊടുന്നേ ഇല്ല, അതിനുള്ള സമയം കിട്ടുന്നില്ല. മാത്സ് ഇടയ്ക്കൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ വൈകുന്നേരം കുറച്ച് സമയം പഠിക്കാനായിട്ടിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഞാൻ മാത്സാണ് ചെയ്ത് നോക്കുന്നത്. മാത്സ് നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിക്ക് ടേൺ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാറിൻ്റെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 10-14 വീഡിയോ ഒരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഓരോ വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിൽ ഓരോ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഞാനത് വീഡിയോ പോസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ ഓടിച്ചു വിടും. വീഡിയോ ഓടിച്ചു വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പറ്റാത്തതാണെങ്കിൽ ഞാൻ ആ വീഡിയോ ആ കണക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ് നീങ്ങും. ഈ 14 വീഡിയോസിൽ ഞാനിപ്പോൾ കാണാൻ തുടങ്ങിയിട്ടൊരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു 6 വീഡിയോളം, അതായത് ഓരോ വീഡിയോയും 2-2.5 മണിക്കൂറോളം ഉണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. പഠിത്തം പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അറിയാവുന്നതൊക്കെ ഞാൻ ഓടിച്ചുവിടും. ജസ്റ്റ് അറിയാൻ മേലാത്ത മാത്രം, അല്ലെങ്കിൽ മറന്നു പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്നും കൂടെ കേൾക്കും. അങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയമൊന്നും പഠിക്കാൻ കിട്ടുന്നില്ല. അതായത് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വേണം പഠിക്കാനിരിക്കാനൊക്കെ. അപ്പം പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മെയിൻസിൻ്റെ സമയത്തേക്ക് കുറച്ച് ലീവോ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് എങ്ങനെയാണ് പ്രിലിംസിൻ്റെ ഒരു ഇതെന്ന് നോക്കിയിട്ടേ ഉള്ളൂ. ഇപ്പോഴുള്ള പഠിത്തം കൊണ്ട് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ആകെ ഒരു കോൺഫിഡൻസ് ഉള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷ് അത്ര കോൺഫിഡൻസ് ഇപ്പം ഇല്ല. മാത്സ്, മലയാളം വലിയ കുഴപ്പമില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം എന്നോർത്താണ്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പ്രോപ്പറായിട്ട് പഠിത്തം കൊണ്ടുപോകണമെന്നുണ്ട്. ഈ വരുന്ന ആഴ്ചയിലൊക്കെ കുറച്ച് ലീവും കാര്യങ്ങളും, വിഷുവിൻ്റെ അവധിയും പിന്നെ ഞായറാഴ്ചയും പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, അങ്ങനെ അടുപ്പിച്ച് കുറച്ച് അവധിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നൊക്കെ വിചാരിക്കുന്നു, വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. പിന്നെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ഇപ്പം ആസ്റ്റ അക്കാദമിയിൽ അജിത് സുമേരു സാർ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് ഗ്യാപ്പ്, ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചേറെ നാളായി. അപ്പോൾ ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഡെയിലി വൈസ് കറണ്ട് അഫെയർ കേട്ട് പഠിക്കാനുള്ള സമയമൊന്നും ഇനിയില്ല. അപ്പം മന്ത്ലി സാറിടുന്ന ഈ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. GKയും ഇനി സിലബസ് ഫുള്ള് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനിയുള്ള സമയത്ത് പറ്റില്ല. വളരെ കുറച്ച് സമയം നമുക്ക് മുന്നിലുള്ളൂ. അപ്പം ഞാൻ ഓർക്കുന്നത് ഏറ്റവും ഹോട്ട് ടോപ്പിക്സ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിൽ നടന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വിലയിരുത്തി അതിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് ഏരിയാസ് ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതിനൊക്കെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടും ഇതുവരെ പഠിക്കാൻ പറ്റാതിരുന്ന് ഇനി പഠിക്കാൻ തുടങ്ങുന്നവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ശ്രമിക്കാം, മാക്സിമം ശ്രമിച്ച് നോക്കാം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ മാക്സിമം സിലബസ് കവർ ചെയ്ത് നോക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ GK ഇനി ഫുൾ സിലബസ് കവർ ചെയ്യാൻ എന്തായാലും സമയമില്ല. അപ്പോൾ ആ GKയുടെ ഏരിയയിൽ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുശേഷം മെയിൻസിലേക്ക് വരുമ്പം നമുക്ക് ഈ എഫേർട്ടൊന്നും പോലെ നന്നായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. കുറച്ച് ഡീപ്പായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും. എനിക്കറിയാവുന്നതിൽ തന്നെ ഒരുപാട് ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ച് ക്ലിയർ ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും.
ഇത് ഞാൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പുസ്തകമാണ്, ലളിതം പബ്ലിക്കേഷൻ്റെ. അവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് കുറേ വർഷങ്ങളായിട്ട് അവർ പല പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ കയ്യിൽ ഒരു പഴയ പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ്. 1997 മുതൽ 2023 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറേ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. വരുന്ന ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഒരുപാട് റെപ്പിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ പാറ്റേൺ ഫോളോ ചെയ്ത് പഠിച്ചാൽ ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഞാനിപ്പോൾ അത്യാവശ്യം പുറകിലാണ്, ടച്ചൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. എല്ലാം ഒന്ന് തിരികെ പിടിക്കണമെന്ന് വിചാരിച്ച് തുടങ്ങുന്നു. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ മാക്സിമം ഈ സ്പെല്ലിംഗ് ചെക്കൊക്കെ വരുന്ന വേർഡ്സ് എഴുതി തന്നെ പഠിക്കാൻ നോക്കുക. അതായത് നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാലും പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഉറപ്പായിട്ടും ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഒരു എയോ ഇയോ ഒക്കെ മാത്രം മാറ്റിയാണ് അവർ തരുന്നത്. അപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വരുന്ന വേർഡ്സ് നമുക്കൊന്നും മനസ്സിലായെന്ന് ഉറപ്പാവുന്നവരെ ഒന്ന് ഒരു പേപ്പറിൽ എഴുതി നോക്കുക. അത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും. പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആത്മാർത്ഥമായിട്ട് പഠിച്ചോളുക. ഈ പ്രിലിംസ് നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പ്രിലിംസിന് പഠിക്കുന്ന ഭാഗങ്ങൾ പിന്നെ നമ്മൾ മെയിൻസിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. പ്രിലിംസിന് പഠിക്കുന്ന കാര്യങ്ങൾ മെയിൻസിനോട് കൂട്ടി മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. അപ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് അത്രയും കുറച്ച് പോർഷൻ മെയിൻസിന് കവർ ചെയ്താൽ മതി. മെയിൻസിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഇതുവരെ അറിയാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.